സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കുന്നത് 2025 ജൂലൈയിലെ ഇന്ത്യൻ ഓഹരി വിപണിയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ, പിന്നെ പ്രധാനപ്പെട്ട ട്രെൻഡുകൾ എന്തൊക്കെയാണെന്നാണ്. ഇതിനായിട്ട് നമ്മുടെ കയ്യിൽ ഇന്ത്യൻ ഓഹരി വിപണി 2025 ജൂലൈ എന്ന വിഷയത്തിലുള്ള കുറച്ച് അനാലിസിസ് റിപ്പോർട്ടുകളുണ്ട്. അപ്പം ഈ മാസം വിപണിയെ സ്വാധീനിക്കുന്ന മെയിൻ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പെട്ടെന്ന് മനസ്സിലാക്കുക, അതാണ് ലക്ഷ്യം. വിപണിയിലിപ്പോൾ ഒരു നല്ല മൂവ്മെന്റ് കാണുന്നുണ്ടല്ലേ? തീർച്ചയായും. പ്രത്യേകിച്ച് നമ്മുടെ ഡൊമസ്റ്റിക് ഇൻവെസ്റ്റ്മെന്റ്, അതിന്റെ കാര്യത്തിൽ നമുക്കതിലേക്ക് കടക്കാം. എന്താണ് അവിടെ സംഭവിക്കുന്നത്? ഈ ആഭ്യന്തര മ്യൂച്വൽ ഫണ്ടുകൾ, അതായത് നമ്മുടെ നാട്ടിലെ ഫണ്ടുകൾ തന്നെ വലിയ തോതിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അത് ശ്രദ്ധേയമാണ്. 2025 സാമ്പത്തിക വർഷത്തിലെ മൂന്നാം പാദത്തിൽ ഏകദേശം ഒരു 1.54 ലക്ഷം കോടി രൂപയാണ് വന്നിട്ടുള്ളത്. അതെ, അതൊരു വലിയ ഫ്ലോ ആണ്. ഇത് NSE-ലെ കമ്പനികളിൽ അവരുടെ ഷെയർ ഹോൾഡിംഗ് റെക്കോർഡ് ലെവലിലേക്ക് എത്തിച്ചു. 9.93%. ഇതൊരു വലിയ സംഖ്യ തന്നെയല്ലേ? സ്വന്തം നിക്ഷേപകർ ഇത്രയും ആത്മവിശ്വാസം കാണിക്കുന്നത്, അതിന്റെ ഒരു പ്രാധാന്യം എന്താണ്? തീർച്ചയായും. ഇത് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ വിപണിയിൽ നമ്മുടെ ആഭ്യന്തര നിക്ഷേപകർക്ക് എത്രത്തോളം ഒരു കോൺഫിഡൻസ് കൂടി വരുന്നു എന്നതിന്റെ സൂചനയാണ്. പണ്ടൊക്കെ നമ്മൾ എപ്പോഴും ഫോറിൻ ഇൻവെസ്റ്റേഴ്സിനെ നോക്കിയിരുന്ന ഒരവസ്ഥയിൽ നിന്ന് മാറി ഡൊമസ്റ്റിക് മണി ഒരു വലിയ ഫോഴ്സായി മാറുന്നു. അതോടൊപ്പം തന്നെ നോക്കുവാണെങ്കിൽ വിദേശ നിക്ഷേപകർ, അതായത് FIIs, അവരും കണ്ടിന്യൂസ് ആയിട്ട് 4ാമത്തെ മാസവും നെറ്റ് ബയേഴ്സാണ്. ഓഹോ, അപ്പൊ FIIസും തിരിച്ചുവരവിന്റെ പാതയിലാണോ? അതെ അതെ. ഇത് ഇന്ത്യൻ ഗ്രോത്തിലുള്ള അവരുടെ ഒരു പുതിയ താൽപ്പര്യമാണോ കാണിക്കുന്നത്? അതോ ഗ്ലോബലി മറ്റ് മാർക്കറ്റുകൾ അത്ര അട്രാക്റ്റീവ് അല്ലാത്തതുകൊണ്ടാണോ? ഒരുപക്ഷേ രണ്ടും കാരണമായിരിക്കാം. ഇന്ത്യൻ എക്കണോമിയുടെ ഗ്രോത്ത് സ്റ്റോറി ഇപ്പോഴും ഇൻടാക്റ്റ് ആണ്. അത് തീർച്ചയായും ഒരു പുൾ ഫാക്ടറാണ്. പിന്നെ ഗ്ലോബൽ മാർക്കറ്റിൽ ചില അൺസർട്ടനിറ്റികൾ ഉള്ളപ്പോൾ ഇന്ത്യ ഒരു റിലേറ്റീവ്ലി സ്റ്റേബിൾ മാർക്കറ്റായിട്ട് ചിലപ്പോൾ അവർക്ക് തോന്നുന്നുണ്ടാവാം. ഓക്കെ, ഇനി മറ്റ് ചില നല്ല സൂചനകളും നമ്മൾ കാണുന്നുണ്ടല്ലോ. ക്രൂഡ് ഓയിൽ വില ഏകദേശം 11% കുറഞ്ഞു. ഇന്ത്യൻ രൂപ ഡോളറിനെതിരെ ഒരു 1.3% ശക്തിപ്പെട്ടു. ഇത് നമ്മുടെ ഇൻഫ്ലേഷൻ, പണപ്പെരുപ്പ് ഭീഷണി, അതിനെയൊക്കെ എങ്ങനെയാ ബാധിക്കുക? അത് വളരെ പോസിറ്റീവാണ്. ക്രൂഡ് ഓയിൽ വില കുറയുന്നത് നമ്മുടെ ഇമ്പോർട്ട് ബിൽ കുറയ്ക്കും. അത് ഡയറക്റ്റായിട്ട് ഇൻഫ്ലേഷൻ കുറയാൻ സഹായിക്കും. രൂപ ശക്തിപ്പെടുന്നതും ഇമ്പോർട്ട് കോസ്റ്റ് കുറയ്ക്കും. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും ചേരുമ്പോൾ ഒരുപക്ഷെ RBIക്ക് മുന്നോട്ട് ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുന്നതിനെപ്പറ്റി ചിന്തിക്കാനൊരു സ്പേസ് കിട്ടും. അത് ശരിയാണ്. അത് എക്കണോമിക്ക് നല്ലതാണ്. ഇൻഫ്ലേഷൻ കുറഞ്ഞാൽ അത് സാധാരണക്കാർക്കും ഗുണകരമാവും. ശരിയാണ്. അതോടൊപ്പം തന്നെ ഈ വെസ്റ്റ് ഏഷ്യയിലെ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് ഒന്ന് കുറയുന്നുവെന്നതും അമേരിക്കയിൽ ഫെഡ് റിസർവ് പലിശ നിരക്ക് കുറച്ചേക്കാം എന്നൊരു സൂചന വരുന്നതും, ഇതൊക്കെ ഗ്ലോബൽ സെന്റിമെന്റിന് നല്ലതാണല്ലേ? അതെ, തീർച്ചയായും. ഗ്ലോബൽ ലെവലിലുള്ള ഈ പോസിറ്റീവ് ക്യൂസ് ഇൻവെസ്റ്റർ കോൺഫിഡൻസ് കൂട്ടും. US മാർക്കറ്റുകളായ S&P 500, നാസ്ഡാക്ക് ഒക്കെ പുതിയ ഹൈ ലെവലിലെത്തിയതും ഇതിന്റെ കൂടെ വായിക്കാമല്ലോ. അതും ഒരു ഘടകമാണ്. US മാർക്കറ്റ് നന്നായി പെർഫോം ചെയ്യുന്നത് പൊതുവെ ഗ്ലോബൽ ഇക്വിറ്റി മാർക്കറ്റുകൾക്ക് ഒരു ബൂസ്റ്റ് നൽകാറുണ്ട്. US ഫെഡ് റേറ്റ് കട്ട് ചെയ്യാൻ തുടങ്ങിയാൽ ഇന്ത്യ പോലുള്ള എമേർജിംഗ് മാർക്കറ്റുകളിലേക്ക് കൂടുതൽ ഫണ്ട് ഫ്ലോ വരാനും സാധ്യതയുണ്ട്. ഇനി ഈ റിപ്പോർട്ടുകളിൽ പറയുന്ന വേറൊരു രസകരമായ കാര്യം, ചരിത്രപരമായി ജൂലൈ മാസം ഇന്ത്യൻ മാർക്കറ്റിന് പൊതുവെ നല്ലതാണെന്നാണ്. അത് കേട്ടിട്ടുണ്ട്. കഴിഞ്ഞ 10 വർഷത്തിൽ 9 തവണയും നിഫ്റ്റിയും സെൻസെക്സും ജൂലൈയിൽ നേട്ടമുണ്ടാക്കി. ശരാശരി ഒരു 3.5%. ഇതെങ്ങനെയാണ്? വെറും കോയിൻസിഡൻസ് ആണോ? അതൊരു ഇൻട്രസ്റ്റിംഗ് പാറ്റേൺ ആണ്. ചിലപ്പോൾ ഈ മൺസൂണിന്റെ പ്രോഗ്രസ്, അഗ്രികൾച്ചറൽ സെക്ടറിലെ ഒരു പ്രതീക്ഷ, അതൊക്കെ ഒരു ഘടകമാവാം. പിന്നെ ഫിനാൻഷ്യൽ ഇയറിന്റെ സെക്കൻഡ് ക്വാർട്ടർ തുടങ്ങുന്ന സമയം ചില സെക്ടറുകൾ, ഇപ്പോൾ IT, പൊതുമേഖലാ ബാങ്കുകൾ, എനർജിയൊക്കെ ജൂലൈയിൽ പ്രത്യേകിച്ച് നല്ല പെർഫോമൻസ് കാണിക്കാറുണ്ട് എന്നും ഡേറ്റ പറയുന്നു. ഓക്കെ, പക്ഷെ ഓർക്കണം, പാസ്റ്റ് പെർഫോമൻസ് ഫ്യൂച്ചർ ഗ്യാരണ്ടി ചെയ്യുന്നില്ല. എങ്കിലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഗവൺമെന്റ് സ്പെൻഡിംഗ്, ഇൻഫ്രാസ്ട്രക്ചർ ഫോക്കസ് ഒക്കെ മാർക്കറ്റിനൊരു സപ്പോർട്ട് നൽകുന്നുണ്ട്. അത് സത്യമാണ്. ചരിത്രം അനുകൂലമാണെങ്കിലും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുമുണ്ടല്ലോ. ഇന്ത്യയും US-ഉം തമ്മിലുള്ള ട്രേഡ് നെഗോസിയേഷൻസ്. അതെ, അത് പ്രധാനമാണ്. പ്രത്യേകിച്ച് ചില ഇന്ത്യൻ പ്രോഡക്ട്സിന്മേൽ US താരിഫ് വരുമോ എന്നുള്ളൊരു പേടി ജൂലൈ 9 ഒരു ഡെഡ്ലൈൻ പോലെ കാണുന്നുണ്ട്. ഇത് മാർക്കറ്റിനെ എങ്ങനെ ബാധിക്കാം? അത് ശരിക്കും പറഞ്ഞാൽ ഈ മാസത്തെ ഒരു പ്രധാന ഇവന്റാണ്. ആ ചർച്ചകളുടെ ഔട്ട്കം എന്താണെന്നുള്ളത് മാർക്കറ്റ് സെന്റിമെന്റിനെ കാര്യമായിട്ട് സ്വാധീനിക്കും. ടാരിഫ് വന്നു കഴിഞ്ഞാൽ അത് ചില എക്സ്പോർട്ട് ഓറിയന്റഡ് സെക്ടേഴ്സിനെ, ചിലപ്പോൾ ടെക്സ്റ്റൈൽസ്, എഞ്ചിനീയറിംഗ് ഗുഡ്സ് ഒക്കെ അതിനെ നെഗറ്റീവായിട്ട് ബാധിക്കാം.
ഒരു വൊളാറ്റിലിറ്റിക്ക് സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ കമ്പനികളുടെ ക്വാർട്ടർലി റിസൾട്ട്സ് വരാനിരിക്കുന്നു. ഏപ്രിൽ ജൂൺ Q1 FY26-ന്റെ അതും നിർണായകമല്ലേ? വളരെ വളരെ നിർണായകമാണ്. കമ്പനികളുടെ ഏർണിംഗ്സ് ഗ്രോത്ത് എങ്ങനെ പോകുന്നു എന്നുള്ളത് മാർക്കറ്റിന്റെ ഡയറക്ഷനെ തീരുമാനിക്കുന്ന ഒരു പ്രധാന ഫാക്ടറാണ്. എക്സ്പെക്ടേഷനേക്കാളും ബെറ്റർ റിസൾട്ട്സ് വന്നാൽ ഈ റാലിക്ക് ഇനിയും മുകളിലേക്ക് പോകാൻ ഒരു ഇന്ധനം കിട്ടും, അല്ലെങ്കിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് കാണാം. അതുകൂടാതെ ഗ്ലോബൽ മാർക്കറ്റ് ട്രെൻഡ്സ്, US ഫെഡിന്റെ പോളിസി ഡിസിഷൻസ്, നമ്മുടെ ഡൊമസ്റ്റിക് ഡാറ്റാ പോയിന്റ്സ് ലൈക്ക് GST കളക്ഷൻ, ഓട്ടോ സെയിൽസ്, ഇതൊക്കെ നമ്മൾ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യേണ്ടി വരും. അപ്പോ ഇത്രയധികം കാര്യങ്ങൾ നോക്കാനുള്ളപ്പോ മൊത്തത്തിൽ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഒട്ടുമിക്ക ബ്രോക്കറേജുകളും നിഫ്റ്റി ഈ മാസം ഒരു മുന്നേറ്റം തുടരാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നുണ്ടല്ലോ. നിലവിലുള്ള സാഹചര്യം വെച്ച് നോക്കുമ്പോൾ ഒരു കോഷ്യസ് ഒപ്റ്റിമിസം എന്ന് പറയാം. അതായത് സ്ട്രോങ് ഡൊമസ്റ്റിക് ഫ്ലോസ് ഉണ്ട്, FIIs തിരിച്ചു വരുന്നു, മാക്രോ എക്കണോമിക് ഫാക്ടേഴ്സ് കുറേയൊക്കെ അനുകൂലമാണ്. ഇതൊക്കെ പോസിറ്റീവ്സ്. ശരിയാണ്. എന്നാൽ ഈ ട്രേഡ് ടോക്സ്, കമ്പനി റിസൾട്ട്സ്, ഇതൊക്കെ എങ്ങനെ വരുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും മുന്നോട്ടുള്ള യാത്ര. അപ്പോ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, പക്ഷേ റിസ്ക്കും നമ്മൾ കാണാതിരിക്കരുത്. ലഭ്യമായ വിശകലനങ്ങൾ അതാണ് ശരിക്കും സൂചിപ്പിക്കുന്നത്. ഒരു കാര്യം കൂടി ഓർക്കാം. നമ്മുടെ ഡൊമസ്റ്റിക് ഇൻവെസ്റ്റ്മെന്റ് ഇപ്പോൾ വളരെ സ്ട്രോങ് ആണെങ്കിലും ഫോറിൻ ഇൻവെസ്റ്റ്മെന്റും ഗ്ലോബൽ സിറ്റുവേഷനും ഇന്ത്യൻ മാർക്കറ്റിനെ ഇപ്പോഴും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഒരു ചോദ്യം നമുക്ക് തന്നെ ചോദിക്കാവുന്നത്, നമ്മുടെ ഡൊമസ്റ്റിക് ഫാക്ടേഴ്സ് ഇത്ര സ്ട്രോങ് ആയി നിൽക്കുമ്പോൾ തന്നെ ഗ്ലോബൽ സെന്റിമെന്റിലെ പെട്ടെന്നൊരു നെഗറ്റീവ് ഷോക്ക് വന്നാൽ അത് നമ്മുടെ മാർക്കറ്റിന്റെ ഇപ്പോഴത്തെ ഈ ഒരു റെസിലിയൻസിനെ, പ്രതിരോധശേഷിയെ എങ്ങനെയായിരിക്കും ടെസ്റ്റ് ചെയ്യുക? ഇത് നിങ്ങൾക്ക് തുടർന്ന് ആലോചിക്കാവുന്ന ഒരു കാര്യമാണ്.